ദേശീയ ജലപാതകൾ NW1 അലഹബാദ് മുതൽ ഹാൽദിയ വരെ 1620 കിലോമീറ്റർ. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജലപാതകളിലൊന്നാണ്. പാട്ന വരെയുള്ള ഭാഗം യന്ത്രവൽകൃത ബോട്ടുകൾക്കും ഹരിദ്വാർ വരെയുള്ള ഭാഗം സാധാരണ ബോട്ടുകൾക്കും ഗതാഗത യോഗ്യമാണ്. വികസന ആവശ്യങ്ങൾക്കായി ഇതിനെ 3 ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഹാൽദിയ, ഫറക്ക, പാട്ന, പാട്ന, അലഹബാദ്. NW2 സാദിയ മുതൽ ധുബ്രി വരെ 891 കിലോമീറ്റർ. ഇന്ത്യയും ബംഗ്ലാദേശും പങ്കിടുന്ന ബ്രഹ്മപുത്രയുടെ ദിബ്രുഗഡ് വരെയുള്ള ഭാഗം സ്റ്റീബോട്ട് ഗതാഗത യോഗ്യമാണ്. NW3 കോട്ടപ്പുറം മുതൽ കൊല്ലം വരെ 205 കിലോമീറ്റർ. ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് കോഴിക്കോട് വരെ ആക്കിയിട്ടുണ്ട്. ഇപ്പം 365 കിലോമീറ്റർ ആണ്. ചെമ്പക്കര കനാല്, ഉദ്യോഗമണ്ഡൽ കനാല് എന്നിവയോടൊപ്പം പശ്ചിമതീര കനാലിൻ്റെ ഭാഗമായിട്ടാണ്. NW4 ഗോദാവരി, കൃഷ്ണ എന്നീ നദികളുടെ നിർദ്ദിഷ്ട ഭാഗങ്ങളും കാക്കിനഡ മുതൽ പുതുച്ചേരി വരെയുള്ള ഭാഗത്തെയും കനാലുകളാണ്. NW5 ബ്രാഹ്മണി, മാതായ് നദികളുടെ നിർദ്ദിഷ്ട ഭാഗങ്ങളും മഹാനദി, ബ്രഹ്മപുത്ര എന്നീ നദികളുടെ ഡെൽറ്റ നീർച്ചാലുകളും ചേർന്നതാണ്. കരേവ ഹിമാനി നിക്ഷേപണ ഭൂരൂപമായ മൊറൈനുകളോടൊപ്പമുള്ള ഹിമാനി കളിമണ്ണും മറ്റ് വസ്തുക്കളും ചേർന്ന് രൂപപ്പെടുന്ന കനമേറിയ നിക്ഷേപമാണിത്. വളരെ കാലങ്ങൾക്ക് മുൻപ് നിലനിന്നിരുന്ന ഒരു വിശാലമായ തടാകത്തിന്റെ ഭാഗമായ ഇന്നത്തെ ദാൽ തടാകം പ്രാദേശിക അടിസ്ഥാന നിരപ്പ് ആയി പ്രവർത്തിക്കുന്നത് കാരണമായ കാശ്മീർ താഴ്വരയിൽ ജലം നദി വക്രവലയങ്ങൾ രൂപപ്പെടുത്തുന്നത്. ശിവാലിക് ഡെറാഡൂണിനടുത്ത് സിവാവല എന്ന സ്ഥലത്തും പരിസര പ്രദേശങ്ങളിലും കാണപ്പെടുന്ന ഭൗമസ്തരങ്ങളിൽ നിന്നുമാണ് സിവാലിക് എന്ന പദം രൂപപ്പെട്ടത്. ബ്രിട്ടീഷ് കാലഘട്ടത്തിലെ രാജകീയ സർവേയുടെ ആസ്ഥാനമായിരുന്ന ഡെറാഡൂൺ പിൽക്കാലത്ത് സ്വതന്ത്ര ഇന്ത്യയുടെ സർവേ വിഭാഗമായ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനവുമായി മാറി. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെ ചില പ്രധാന പർവ്വത കൊടുമുടികളാണ് സാഡിൽ കൊടുമുടി, ഉത്തര ആൻഡമാൻ 738 മീറ്റർ, മൗണ്ട് ഡയാവോളോ, മധ്യ ആൻഡമാൻ 515 മീറ്റർ, മൗണ്ട് കൊയോബ്, ദക്ഷിണ ആൻഡമാൻ 460 മീറ്റർ, മൗണ്ട് തുയ്ലവ്, ഗ്രേറ്റ് നിക്കോബാർ 642 മീറ്റർ എന്നിവ. കൃത്യമായ ചാലുകളിലൂടെയുള്ള ജലത്തിന്റെ ഒഴുക്കിനെയാണ് നീരൊഴുക്ക് എന്ന് പറയുന്നത്. ഇത്തരം നീരൊഴുക്കുകളുടെ ഒരു ശൃംഖലയാണ് നീരൊഴുക്ക് വ്യൂഹം. ഒരു പ്രദേശത്തിന്റെ നീരൊഴുക്ക് മാതൃക ഭൂവിജ്ഞാനീയ കാലഘട്ടം, ശിലയുടെ സ്വഭാവം, ഘടന, ഭൂപ്രകൃതി, ചരിവ്, നീരൊഴുക്കിന്റെ അളവ്, തുടർച്ച എന്നിവയുടെ ഫലമാണ്. പ്രധാന നീരൊഴുക്ക് മാതൃകകൾ. ഒരു മരത്തിന്റെ ചില്ലകളോട് സാദൃശ്യമുള്ള നീരൊഴുക്ക് മാതൃകയാണ് ശിലാകൃതി മാതൃക. ഇതിനുദാഹരണമാണ് ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ നദികൾ. കുന്നിൻ മുകളിൽ നിന്ന് നദികൾ ഉത്ഭവിച്ച് എല്ലാ ദിശകളിലേക്കും ഒഴുകുമ്പോൾ കേന്ദ്ര പ്രഭവ നീരൊഴുക്ക് മാതൃക രൂപപ്പെടുന്നു. അമർകണ്ടക് പീഠഭൂമിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികൾ ഇതിന് ഉദാഹരണമാണ്. പ്രാഥമിക പോഷക നദികൾ സമാന്തരമായി ഒഴുകുകയും ദ്വിതീയ പോഷക നദികൾ ഇവയിൽ 90 ഡിഗ്രി കോണീയമായി ചേരുകയും ചെയ്യുമ്പോൾ ജലായുധ നീരൊഴുക്ക് മാതൃക രൂപപ്പെടുന്നു. നദികൾ എല്ലാ ദിശകളിൽ നിന്നും ഒരു തടാകത്തിലേക്കോ താഴ്ചയിലേക്കോ ഒഴുകിയെത്തുമ്പോൾ അഭികേന്ദ്ര മാതൃക രൂപപ്പെടുന്നു. ദേശീയ നദിയായ ഗംഗയിലെ മലിനീകരണം ഫലപ്രദമായി കുറയ്ക്കുക, നദിയുടെ പുനരുജ്ജീവനം എന്നീ ഇരട്ട ലക്ഷ്യത്തോടെ പതാകവാഹക പദ്ധതിയായി 2014 ജൂണിൽ ഭാരത സർക്കാർ അംഗീകരിച്ച ഒരു സംയോജിത സംരക്ഷണ ദൗത്യമാണ് നമാമി ഗംഗ പദ്ധതി. ലക്ഷ്യങ്ങൾ: മലിനജല ശുദ്ധീകരണ സംവിധാനങ്ങൾ, നദീമുഖ വികസനം, നദീ ഉപരിതല ശുചീകരണം, ജൈവ വൈവിധ്യം, വനവൽക്കരണം, പൊതുജന ബോധവൽക്കരണം, വ്യവസായങ്ങളിൽ നിന്ന് പുറന്തള്ളുന്ന മാലിന്യങ്ങളുടെ നിരീക്ഷണം. ഗംഗാ ഗ്രാമം 2014 ജൂണിലാണ് ഈ പദ്ധതി ആരംഭിച്ചത്. നർമ്മദ നദീ സംരക്ഷണ ദൗത്യത്തിന്റെ പേരാണ് നമാമി ദേവി നർമ്മദേ. മൺസൂൺ. കരയിലും കടലിലും അന്തരീക്ഷത്തിലും നിന്ന് ശേഖരിക്കപ്പെടുന്ന വിവരങ്ങളെ ആധാരമാക്കി മൺസൂണിന്റെ സ്വഭാവവും പ്രവർത്തന രീതിയും മനസ്സിലാക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടന്നുവരുന്നു. വടക്കൻ ഓസ്ട്രേലിയയിലെ പോർട്ട് ഡാർവിനിലെ 12 ഡിഗ്രി 30 മിനിറ്റ് തെക്ക് മുതൽ 131 ഡിഗ്രി കിഴക്ക്, കിഴക്കൻ പസഫിക്കിലെ ഫ്രഞ്ച് പോളിനേഷ്യയിൽ ഉൾപ്പെടുന്ന തഹിതിയിലും അന്തരീക്ഷമർദ്ദത്തിലെ വ്യത്യാസം കണക്കാക്കുക വഴി ദക്ഷിണ
ആന്തോളനത്തിന്റെ ഭാഗമായ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളുടെ തീവ്രത കണക്കാക്കാനാകും. 16 സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിന് മൺസൂണിന്റെ സ്വഭാവം പ്രവചിക്കാൻ കഴിയും. ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് മൺസൂണിന്റെ പ്രഭാവം പ്രവചിക്കുന്നത് 16 സൂചകങ്ങളിലൂടെയാണ്. ഉഷ്ണമേഖലയിലെ പ്രധാന പ്രാദേശിക കാറ്റുകൾ. മാമ്പഴക്കാറ്റ്. വേനലിന്റെ അവസാന നാളുകളിൽ കേരളത്തിലും കർണാടക തീരത്തും സാധാരണയായി രൂപപ്പെടുന്ന മൺസൂണിന് മുന്നോടിയായുള്ള വേനൽ മഴക്കാറ്റുകളാണിവ. മാമ്പഴം നേരത്തെ പഴുത്ത് പാകമാകാൻ സഹായിക്കുന്നതിനാൽ ഇവ പ്രാദേശികമായി മാമ്പഴക്കാറ്റ് എന്നറിയപ്പെടുന്നു. കാപ്പി പൂവിടും മഴ. കേരളത്തിലും പരിസര പ്രദേശങ്ങളിലും കാപ്പി പൂക്കുന്നത് ഈ മഴയോടെയാണ്. നോർവെസ്റ്റർ. ബംഗാളിലും അസമിലും വൈകുന്നേരങ്ങളിൽ രൂപപ്പെടുന്ന ശക്തമായ ഇടിമിന്നലോട് കൂടിയ കൊടുങ്കാറ്റുകളാണിവ. വൈശാഖ മാസത്തിൽ സംഭവിക്കുന്ന പ്രകൃതിക്ഷോഭം എന്നർത്ഥം വരുന്ന കാൽബൈശാഖി എന്ന പ്രാദേശിക നാമത്തിൽ നിന്നുതന്നെ ഇവയുടെ വിനാശകരമായ സ്വഭാവം വ്യക്തമാണ്. ഈ കാറ്റുകൾ തേയില, ചണം, നെല്ല് തുടങ്ങിയ വിളകൾ അനുകൂലമാണ്. അസമിൽ ഇവ ബർദോളി ചീര എന്നറിയപ്പെടുന്നു. ലൂ. വടക്കേ ഇന്ത്യൻ സമതലങ്ങളിൽ പഞ്ചാബ് മുതൽ ബീഹാർ വരെയുള്ള പ്രദേശങ്ങളിൽ രൂപപ്പെടുന്ന ശക്തിയേറിയ വരണ്ട കാറ്റുകളാണ്. ഡൽഹിക്കും പാറ്റ്നയ്ക്കും ഇടയിൽ ഇവയുടെ തീവ്രത കൂടുതലായിരിക്കും. ലൂ അനുഭവപ്പെടുന്നത് പഞ്ചാബ് മുതൽ ബീഹാർ വരെയാണ്. ഡൽഹിക്കും പാറ്റ്നയ്ക്കുമിടയിൽ തീവ്രത കൂടുതലായിരിക്കും. ഋതുക്കൾ അതനുഭവപ്പെടുന്ന മാസങ്ങൾ. വസന്തം മാർച്ച് മുതൽ ഏപ്രിൽ വരെ. ഗ്രീഷ്മം മെയ് ജൂൺ. വർഷം ജൂലൈ ഓഗസ്റ്റ്. ശരത് സെപ്റ്റംബർ ഒക്ടോബർ. ഹേമന്തം നവംബർ ഡിസംബർ. ശിശിരം ജനുവരി ഫെബ്രുവരി. ശിശിരം ജനുവരി ഫെബ്രുവരി. ഹേമന്തം നവംബർ ഡിസംബർ. ശരത് സെപ്റ്റംബർ ഒക്ടോബർ. വർഷം ജൂലൈ ഓഗസ്റ്റ്. ഗ്രീഷ്മം മെയ് ജൂൺ. വസന്തം മാർച്ച് ഏപ്രിൽ. നിയതമായ രാസഭൗതിക സവിശേഷതകളോട് കൂടിയ ജൈവമോ അജൈവമോ ആയ പ്രകൃതി വസ്തുക്കളാണ് ധാതുക്കൾ. നിയതമായ രാസഭൗതിക സവിശേഷതകളോട് കൂടിയ ജൈവമോ അജൈവമോ ആയ പ്രകൃതി വസ്തുക്കളാണ് ധാതുക്കൾ. പ്രധാന വ്യവസായ മേഖലകൾ. പ്രധാന വ്യവസായ മേഖലകളെ 8 ഭാഗങ്ങളായിട്ട് തിരിക്കാം. മുംബൈ പൂനെ മേഖല, ഹൂഗ്ലി മേഖല, ബംഗളൂരു തമിഴ്നാട് മേഖല, ഗുജറാത്ത് മേഖല, ഛോട്ടാനാഗ്പൂർ മേഖല, വിശാഖപട്ടണം ഗുണ്ടൂർ മേഖല, ഗുരുഗ്രാം ഡൽഹി മീററ്റ് മേഖല, കൊല്ലം തിരുവനന്തപുരം മേഖല. പ്രധാന വ്യവസായ മേഖലകളിൽ 8 എണ്ണമാണ്. അതിൽ നിന്ന് കേരളത്തിൽ നിന്ന് വരുന്നത് കൊല്ലം തിരുവനന്തപുരം മേഖലയാണ്. കൊല്ലം തിരുവനന്തപുരം മേഖല. തമിഴ്നാട്ടിൽ നിന്നും ബംഗളൂരു തമിഴ്നാട് മേഖല, പിന്നെ മുംബൈ പൂനെ മേഖല, ഹൂഗ്ലി മേഖല, ഗുജറാത്ത് മേഖല, ഛോട്ടാനാഗ്പൂർ മേഖല, വിശാഖപട്ടണം ഗുണ്ടൂർ മേഖല, ഗുരുഗ്രാം ഡൽഹി മീററ്റ് മേഖല എന്നിവ മറ്റ് മേഖലകളാണ്. ചെറു വ്യവസായ മേഖലകളായിട്ട് 13 എണ്ണത്തെയും തിരിച്ചിട്ടുണ്ട്. അതിൽ വരുന്നതാണ് വടക്കൻ മലബാർ.